വിദേശി മിഠായി ആണല്ലോ. കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമാണത്. അമ്മയ്ക്ക് വയസ്സ് പ്രായമൊക്കെ ആയി. എനിക്ക് പ്രായമായി, പക്ഷെ നടക്കണത് പ്രായത്തിന്റെ രീതിയിലല്ല. ദേമേ കിളിക്കൂടിന്റെ ഉള്ളില് പിസ്താഷ്യോ ഇരിക്കുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിദേശി മിഠായി ആണല്ലോ. അതെ 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 അതെ, വിദേശി മിഠായികൾ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രീമിയം സ്വീറ്റ്സ് savor the essence of tradition, handcrafted delights, freshly made. ഇത് ദുബായ് ആണെന്ന് തോന്നുന്നു. ഒരാഴ്ചയായി കിട്ടിയിട്ട് ദുബായ് ആണെന്ന് തോന്നുന്നു. ഹോളിഡേ ആവട്ടെ എന്ന് ഓർത്ത് അല്ല, മിഠായിയുടെ ഷേപ്പ് അവരുടെ ഫോട്ടോ ഉണ്ട്. ചോക്ലേറ്റ് അല്ല ഇത്, ഇത് മറ്റേ ദീപാവലി സ്വീറ്റ്സ് പോലെ. അങ്ങനെയുള്ള ഒരു ഇതുപോലെ പുറമേ കണ്ടിട്ട് തോന്നണേ. ഇനി അകത്ത് എന്താണ് അതിന്റെ ഫോർമാറ്റ് എന്നുള്ളത് അറിയാം. ഇത് ദുബായ് സ്വീറ്റ്സ് ആണ്. ഞങ്ങളുടെ കസിൻ്റെ മകൻ വന്നപ്പോൾ, ക്രിസ്മസിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അദ്ദേഹം എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇങ്ങനെ സ്വീറ്റ്സുമായിട്ടാണ് വരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരു വിദേശ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വീറ്റ് എന്ന് പറയുമ്പോൾ, അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും അതിനതിൻ്റേതായ ഒരു സുപ്പീരിയോറിറ്റിയും ഉണ്ടല്ലോ. ഹെൽത്ത് വൈസും എല്ലാ കാര്യത്തിലും അവർ പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇത്തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമാണത് കാണാൻ. ലുലു ദുബായ്. അല്ല, ഞങ്ങളുടെ തറവാടതല്ല, എന്റെ തറവാട് ലുലുവാ. എല്ലാ വീക്കെൻഡും ഇതിന്റെ ബാക്കിൽ ഹോം മെയ്ഡ് എഴുതിയിട്ടുണ്ട്. ബാക്ക് ഒന്ന് കാണിച്ച്. ഹോം മെയ്ഡ്, ഹാൻഡ് മെയ്ഡ് എന്നാണ് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. അല്ല, ഇത് ഇവിടെ ഉണ്ടെന്നോ. അല്ല, ബാക്ക് സൈഡ് ഫ്രഷ്ലി മെയ്ഡ് ഹാൻഡ് മെയ്ഡ് എന്തോ ബാക്കിൽ എഴുതിയത് ഞാൻ കണ്ടു. അതെ, ഹാൻഡ് മെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ UAE റൈറ്റ് സൈഡില്. ഹാൻഡ് മെയ്ഡ്, ഓൾ നാച്ചുറൽ, നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, GMO ഫ്രീ. പിന്നെ അതിന്റെ മുകളിൽ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ, സ്പെഷ്യലൈസ് ഇൻ ബക്ലാവ വിത്ത് പിസ്താഷ്യോ, ബക്ലാവ വിത്ത് കാഷ്യൂ ഫിംഗർ, പിന്നെ വേറെ കുറച്ച് പേരുകളും കൂടി എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ആ സ്വീറ്റ്സ് ഒക്കെ ആകും ഇതിലുള്ളതെന്നാവും പറഞ്ഞേക്കണേ. എന്തായാലും നോക്കാം. അല്ല, ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടു നടക്കാൻ വളരെ സൗകര്യമായി. പെട്ടിയിൽ വെക്കാനും സൂട്ട് കേസിൽ വെക്കാനും. ഒരു പക്ഷേ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ വരുന്നവരെ ഉദ്ദേശിച്ചായിരിക്കും. ദുബായിലൊക്കെ ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൂടി ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോൾ ഇവരത് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല മനോഹരമാണ് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ. ഒരു ഒലീവ് ഗ്രീനിൻ്റെ ഒരു 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 കളേഡാണ്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ഏഹേ, ബുക്ക് തുറക്കാമേ, ബാ വേം ബാ, ഇത് കാണാൻ നല്ല രസാ. ബുക്ക് തുറക്കാട്ടോ. വേഗമൊക്കെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ വരട്ടെ. പ്രായമായി, അമ്മയ്ക്ക് വയസ്സ് പ്രായമൊക്കെ ആയി. എനിക്ക് പ്രായമായി, പക്ഷെ നടക്കണത് പ്രായത്തിന്റെ രീതിയിലല്ല. നല്ല രസല്ലേ, അടിപൊളി. ഇത് നമ്മുടെ ദീപാവലി സ്വീറ്റ്സ് പോലെ. അതിന്റെ എന്തൊക്കെയോ അല്ലേ, അങ്ങനെ എടുക്കായിരിക്കും. അത് ഫോയിൽ റാപ്പ് ഉണ്ടാവും ചിലപ്പോ. ഇല്ല, അത് നല്ല ഇതാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഈ ട്രാവലിങ്ങിനൊക്കെ ഇതിങ്ങനെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇൻടാക്ട് ആയിട്ട് തന്നെ ഇരുന്നോളും. വേറെ അനങ്ങുകയല്ല അത്. അതില് ഫോയിൽ റാപ്പ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്വീറ്റ്സ് എപ്പോഴും ചോക്ലേറ്റുകളായിട്ടാണ് നമുക്ക് വരാറ്. നേരത്തെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോ വേറൊരു ഷേപ്പിൽ കൊണ്ടുവന്നില്ല, ഗോൾഡൻ കളറായിട്ടല്ലേ. മോന് ഇത് വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളി എപ്പോൾ കൊണ്ടുവരുമ്പോഴും ഓരോരോ വൈവിധ്യമായിട്ടുള്ള സ്വീറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. ഇത് കിളിക്കൂടാണല്ലോ, കിളിക്കൂടിന്റെ ഉള്ളിൽ പിസ്താഷ്യോ ഇരിക്കുന്നതാണ്. അതെ അതെ, അത് നല്ല ഭംഗിയുണ്ടത്. കിളിക്കൂടിന്റെ ഉള്ളിൽ പിസ്താഷ്യോ ഇരിക്കണ്. ഇത് മനസ്സിലായി. കിളിക്കൂടിന്റെ ഉള്ളിൽ പിസ്താഷ്യോ. ആദ്യം ഒരു പടം എടുക്കട്ടെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ കിളിക്കൂടാണ് അതിലേറെ കൗതുകകരം. അതിന്റെ ഉള്ളിൽ പിസ്താഷ്യോയാ. കിളിക്കൂടായിട്ട് തന്നെ എടുക്കണം.
ഏതാ ആദ്യം എടുക്കണേ? കിളിക്കൂടാണോ? കിളിക്കൂട്. ആ ചെറുത് ഒരെണ്ണം എടുത്തോ. ഒരു കിളിക്കൂട് നമുക്ക് ആദ്യം കഴിക്കാം. നല്ല ക്വാർട്ടർ പ്ലേറ്റ് കേട്ടോ, വെറുതെ കിളിക്കൂട് എന്ന് പറയുമ്പോ നമ്മള് വിചാരിക്കും കിളിക്കൂട്. അതെടുത്തോ. എനിക്ക് അപ്പൊ ഒന്ന് ടേസ്റ്റ്. അല്ല, ആദ്യം അപ്പ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. ഞാൻ വരാം, ഞാനിവിടെ കിച്ചണിലുണ്ട്. ഇതെന്നാ പോലെ ഇതും മധുരമായിരിക്കും. ആ സ്വീറ്റ്സ് എന്നാണല്ലോ മൊത്തത്തിൽ എഴുതിയേക്കണേ. അത് 2 ആവട്ടെ ഇന്നത്തെ. അത് 2 മതി. അത് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. ഓരോ ദിവസം കുറച്ച് കുറച്ച് വീതം കഴിച്ചാൽ മതി. അതെ, അത് മതി, അത് മതി. അപ്പൊ ഇത് അടച്ച് തിരിച്ചു വെച്ചേക്കട്ടെ. കവറുണ്ട് ദേ, അത് വേണ്ട, ഇത് മതി. മതിയോ? ആ, എന്നിട്ട് ബോക്സിൽ വെക്കാം അല്ലേ? ആ, എല്ലാ ദിവസവും നീ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ എടുത്താൽ മതി, അല്ലെങ്കിൽ അടച്ചേക്കട്ടെ. ഒരു റബ്ബറങ്ങ ഇടാം. അതിൽ വെച്ച് കഴിയുമ്പോ നല്ല ഇന്റാക്ട് ആകും. അത് നല്ല കഴിയുമ്പോ മധുരം ഒരു റബ്ബർ ഇടാം, എന്നിട്ട് ഫ്രിഡ്ജിട്ട് വെക്കാം. കിളിക്കൂട് മുറിക്കാൻ പോവാണോ? അല്ല, അപ്പൊ എന്നാ ആദ്യം കിളിക്കൂട് നോക്കാത്തെ? അല്ല, ഇത് മുറിച്ച് വെക്കാന്ന് വിചാരിച്ച. ഒരു പീസ് കിളിക്കൂട് 2 പീസായുള്ളൂ. ഒരു പീസും കൂടെ ആയിട്ട് മുറിച്ചോ. അമ്മ മുഴുവൻ തിന്നില്ല. അയ്യോ, ഞാനൊരു തരിയായിട്ട് എടുക്കുള്ളൂ, കാരണം എനിക്ക് വെള്ളിയാഴ്ച കയറാനുള്ളതാ. പിസ്താഷ്യോ കുറച്ചായിട്ട് എടുത്താൽ മതി. പിസ്താഷ്യോ അല്ലെങ്കിൽ വാ, ഓടി വാ. എനിക്ക് ഓടാൻ പറ്റില്ല, എന്ത് ചെയ്യും? എങ്ങനെയുണ്ട്? അല്ല, അതിന് പക്ഷെ വലിയ മധുരമില്ല. ആണോ? മധുരം കുറവാണോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. പിസ്താഷ്യോ ഏറ്റവും എക്സ്പെൻസീവാ. കഴിച്ചു നോക്കട്ടെ. വലിയ മധുരമില്ല, അധികം മധുരമില്ല, നല്ല ടേസ്റ്റാ. വേറെ എന്തൊക്കെ രുചിയാ തോന്നണേ? അല്ല, അതാ കിളിക്കൂടിന്റെ ആ ഒരു പ്രത്യേക ഫോർമാറ്റ് ഇങ്ങനെ കരുകരുന്നിരിക്കും. അതാണ് അതിന്റെ ഇത്. എന്തൊക്കെ രുചിയാന്ന് ചോദിച്ചാ അത് സേമിയാന്ന് തോന്നുന്നത്. എനിക്ക് തോന്നണതേ ഡ്രൈ ഫ്രൂട്ട്സ് ഈ വെറൈറ്റി ഇത് എങ്ങനെയാണോ? ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് ഇതിലും പിസ്താഷ്യോ ഉണ്ടോ? ഉണ്ടാവും ചിലപ്പോ, അറിയില്ല. അരച്ച് ചേർത്തേക്കാന്ന് തോന്നുന്നത്. എങ്ങനെയുണ്ട്? ഇതുപോലെ തന്നെയാണോ? അധികം തീക്ഷ്ണമായ മധുരമില്ല, മധുരം കുത്തലില്ല, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലെന്നാ എഴുതിയേക്കണം അല്ലേ? എപ്പോഴും ഇതുപോലെ വെറൈറ്റി അതെ 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 കൊണ്ടുവരണേ അല്ലേ? ശരിയാ, ഭയങ്കര ഡിഫറൻസ് ആണ്. ശരിയാ. മധുരം അധികം ഇല്ലാത്തതായിരിക്കും. അങ്ങനെ നോക്കി എടുക്കണമെന്ന് എനിക്കും തോന്നണത്. എന്നാണെങ്കിലും വളരെ നല്ല സ്വീറ്റ്സ്. അപ്പൊ ആ മോനോടും കുടുംബത്തോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓരോന്നേ കഴിക്കാം. ഊണ് കഴിഞ്ഞില്ലേലും കഴിക്കാം. അതെ, അതും ശരി തന്നെ. ഇനി എൻ്റെ ഊടാണ്. ഞാൻ ഏറ്റവും അവസാനം എടുക്കാമെന്ന് മനഃപൂർവ്വം തന്നെ വിചാരിച്ചതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഇതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം എന്ന് കരുതി. ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങളെപ്പോലെ ഇത് നേരിട്ട് കാണാത്തവരും ഉണ്ടാവുമല്ലോ. അവർക്ക് ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോക്സുകളൊക്കെ ഒന്ന് നേരിട്ട് കാണാനായിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണിക്കുകയും കൂടെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഏറ്റവും അവസാനം എൻ്റെ ഊഴത്തിനായിട്ട് വെച്ചത് കേട്ടോ. അപ്പം എനിക്ക് മുറിച്ചപ്പോൾ തന്നെ തന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഏറ്റവും അവസാനം കഴിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനോടുകൂടി കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ആ എക്സ്പ്രഷനൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം എടുക്കുന്നത് ആ കിളിക്കൂട് പോലെയുള്ള സ്വീറ്റാണ്. ഇതിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഐഷ് അലാസ്പൂർ വിത്ത് പിസ്താഷ്യോ എന്നാണ്. കാരണം ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ കുറേ പേരുകൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ച് നമ്മൾ ഊഹിച്ചെടുക്കണതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കിളിക്കൂട് പോലെ ഇരിക്കുന്നത് കാണാനായിട്ട്. കുനാഫയുടെ ഒരു ടെക്സ്ചറായിട്ടാണ് അത് ഫീൽ ചെയ്തത്. ഇത് ബക്ലാവോ വിത്ത് കാഷ്യൂ ആണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ബക്ലാവോയുടെ ആ മുകളിലുള്ള കവറിങ് കണ്ടോ, പല പല ലെയറുകളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ബേക്ക് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്.
ആ ഒരു കവറിങ് നല്ല ക്രിസ്പിയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ പൊടിച്ച കാഷ്യൂ ആയിട്ടാണ് തോന്നിക്കുന്നത്. അത് കുറച്ച് ക്രഞ്ചിനെസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ദേ ഇത് ബക്ലാവോ വിത്ത് പിസ്താഷ്യോ. ഇതും മുകളിലുള്ള ഔട്ടർ കവറിങ് ഇല്ലേ, അതിനകത്ത് പല ലെയറുകളൊക്കെ കാണുന്നുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറയെ പിസ്താഷ്യോ വെച്ചിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്, മുറിച്ച് ഫില്ല് ചെയ്തിരിക്കുക. അതും ചിലപ്പോൾ ക്രഞ്ചിനെസ് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സ്വീറ്റ്സിലും തന്നെ ഒരു കോട്ടിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മേ ബി അത് ഗീയോ ബട്ടറോ ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുന്നതാകാം. മധുരം താരതമ്യേന വളരെ കുറവായിരുന്നു. അപ്പോൾ ദേ ഇത് കാഷ്യൂ ഫിംഗർ ബക്ലാവ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഈ പേരുകളൊക്കെ ഓരോ സ്വീറ്റ്സിനും എടുത്ത് പറയുന്നത് എൻ്റെ ഊഹം വെച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് എക്സാക്റ്റ് പേര് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറേ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഊഹിച്ചെടുക്കുന്നതാണ് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, ഇതിനൊരു പ്രത്യേക കളർ, അതിൻ്റെ വൈറ്റ് കളറാണ് മുകളിൽ കാണുന്നത്. അതൊരു കുനാഫയുടെ ഒരു ടെക്സ്ചറായിട്ടാണ് കേട്ടോ തോന്നണത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ പിസ്താഷ്യൂസ് കണ്ടോ, അത് കുറച്ച് വലിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ദേ ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് കോൾ ആൻഡ് സ്കൂർ വിത്ത് പിസ്താഷ്യോ എന്നാണ് തോന്നുന്നു. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഈ മോഡലിലുള്ളതാണ് ആദ്യം എടുത്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രണ്ടും സെയിം ആണെന്ന്. പക്ഷെ സെയിം അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു ഹാഫ് മൂൺ ഷേപ്പാണ്. ആദ്യം നമ്മൾ എടുത്തത് ഒരു സ്ക്വയർ ഷേപ്പ് തന്നെയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് കുറച്ച് വീതം ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ, ഞാൻ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ. ആദ്യം ഞാൻ ആ കിളിക്കൂട് പോലത്തെ ഷേപ്പാണ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അത് ശരിക്കും നല്ല ക്രിസ്പിയാണ്. ആ കുനാഫ ഇല്ലേ, അതാണ് എൻ്റെ ഔട്ടർ കവറിങ്ങിൽ ഇരിക്കുന്നത്. ആദ്യം ഞാൻ സേമിയാണെന്ന് വിചാരിച്ചത്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുനാഫയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഔട്ടർ കവറിങ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസം, അതിൻ്റെ ഷേപ്പ് നല്ല രസമുണ്ട് കാണാൻ. മധുരം വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ ദേ ഈ ഒരു ടൈപ്പാണ് എടുത്തത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊന്ന് നമുക്ക് കടിച്ചു നോക്കാം. കടിച്ചു നോക്കുമ്പോൾ അത്രയും ഒരു ക്രിസ്മസ് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പിസ്താഷ്യൂസ് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. കാരണം നിറച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത് പിസ്താഷ്യൂസ് ആണല്ലോ. മുകളിലൊരു ചെറിയ ലെയറിങ് മാത്രമേ ഉള്ളൂ. ആ ഒരു വൈറ്റ് കളറിലുള്ള ഒരു കുനാഫ ഡവിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ ഒരു കവറിങ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബക്ലാവ വിത്ത് പിസ്താഷ്യോ ആണ്. അതായത് ആ സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ പിസ്താഷ്യോ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതും രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. കുറച്ചൊരു ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട്. പിന്നെ അടുത്തത് ബക്ലാവ വിത്ത് കാഷ്യൂ ആണ് ഞാൻ എടുത്തത്. അത് അത്യാവശ്യം നല്ല ക്രഞ്ചി ആയിരുന്നു. കാരണം കാഷ്യൂ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അതിനും താരതമ്യേന കുറച്ച് മധുരം ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൗ ഉണ്ട്, ഔട്ടർ കവറിങ് ഒക്കെ ഇങ്ങനെ ലെയറുകളായിട്ട് നമുക്ക് കാണാം. പിന്നെ ലാസ്റ്റ് എടുത്തത് ഈ കാഷ്യൂ ഫിംഗറാണ്. കാഷ്യൂ ഫിംഗറിനും കുറച്ച് മധുരം ഉള്ളതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടമായി. മധുര കുറവുള്ളത് കൊണ്ടും നിറയെ ഡ്രൈ നട്ട്സ് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നത് കാരണവും ഇത് കുറച്ചൊരു ഹെൽത്തി സ്വീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. സാധാരണ ഒരു സ്വീറ്റ് ബോക്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഓരോ സ്വീറ്റും നല്ല തിക്കായിട്ടുള്ള മധുരമായിരിക്കും. അപ്പം നമുക്കത് കഴിക്കും തോറും കുറച്ചൊരു മടുപ്പ് ഉളവാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനങ്ങനെ ഉണ്ടായിരുന്നില്ല. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള മധുരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് തീർത്തും ഞങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.